നമുക്ക് വിഷ്ണു തലവൂരിലേക്ക് കൂടി പോവേണ്ടതായിട്ടുണ്ട്. വിഷ്ണു, ഇപ്പോൾ കേന്ദ്രം തമിഴ്നാട് സർക്കാരിനോട് ഈ വിഷയത്തിൽ വിശദീകരണം തേടിയിട്ടുണ്ട് എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ. സിന്ധുരി, തീർച്ചയായിട്ടും. കാരണം സമീപകാലത്തൊരു രാഷ്ട്രീയ പാർട്ടിയുടെ റാലി ആണ് വിജയുടെ റാലിയിൽ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തമിഴ്നാട് സർക്കാരിനോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. കാരണം ഇതിനോടൊപ്പം തന്നെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ വിജയുടെ റാലിയെ സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുണ്ട്. നിലവിൽ DMK ഉൾപ്പെടെ CPIM ഉൾപ്പെടെയുള്ള പാർട്ടികൾ വിജയുടെ റാലിക്കെതിരെ രംഗത്ത് വന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഒരു തരത്തിലുള്ള നിയമങ്ങളും പാലിക്കാതെയാണ് വിജയ റാലി നടത്തിയിരിക്കുന്നത്. മദ്രാസ് ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ CPIM അതോടൊപ്പം തന്നെ DMK ഉൾപ്പെടെ ഇപ്പോൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിലത്തെ ഈ ഒരു സാഹചര്യത്തിൽ, കാരണം മരണം 35-ലധികം പേരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിൽ നിരവധി സ്ത്രീകളും കുട്ടികളും അടക്കം മരണപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും തമിഴ്നാട് സർക്കാരിനോട് ഈ വിഷയത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അത്തരത്തിൽ റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനു പുറമെ അല്പം മുന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുന്നത്. അതിന് പിന്നാലെ നിരവധി നേതാക്കൾ അനുശോചനം രേഖപ്പെടുത്തി രംഗത്ത് വരുന്നുണ്ട്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇത്തരത്തിൽ വലിയ ദാരുണമായിട്ടുള്ള അപകടമാണ് ഉണ്ടായത്, ഇത്തരത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദ്രൗപദി മുർമു രാഷ്ട്രപതി അല്പം മുന്നേ ഒരു അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇത്തരത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. എന്തായാലും ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തമിഴ്നാട് സർക്കാരിനോട് ഈ ഒരു കുരൂർ അപകടത്തിൽ അപകടം എന്നല്ല, ദുരന്തം എന്ന് തന്നെ പറയേണ്ടി വരും, ആ ഒരു ദുരന്തത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തമിഴ്നാട് സർക്കാരിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. സിന്ധുരി.